ചെയ്യുന്നത്. വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഫാസ്ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ നെക്സസിൻ്റെ ഏജൻ്റ് ആവുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നെക്സസിൻ്റെ ഏജൻസിക്ക് മാത്രമാണ് ഈ ഒരു ഫാസ്ടാഗ് ഓൺലൈനായിട്ട് ചെയ്യുവാനുള്ളൊരു സൗകര്യം നിലവിൽ ഉള്ളത്. അതിനായി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം പ്ലാൻ പിറ്റ് സ്റ്റോപ്പ് ഫാസ്ടാഗ് ബൈ റീചാർജ് ബൈ UPI ഓർഡർ ഫുഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ സംവിധാനം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഗിനൊക്കെ ചോദിക്കും. ലോഗിൻ്റെ ആവശ്യം നമുക്കില്ല. നിലവിൽ സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ബൈ ഫാസ്ടാഗ് റീചാർജ്, ക്വിക്ക് ഫുഡ് ഓർഡർ, അതായത് ഫുഡിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. ഇതിനകത്ത് തന്നെ നമ്മുടെ ലൊക്കേഷൻ കാണിക്കും. ഇപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഏറ്റവും മുകളിൽ കാണിക്കും. നിങ്ങളുടെ ജിയോ ടാഗ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും, ഏത് ലൊക്കേഷനിൽ നിന്നാണ് എടുത്തതെന്നുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ബൈ ഫാസ്ടാഗ്. ബൈ ഫാസ്ടാഗ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓർഡർ ഓൺലൈൻ കാണാം. അതുപോലെ തന്നെ ഗെറ്റ് ഫാസ്ടാഗ് ഫ്രം HD പാർട്ട്ണർ എന്നുള്ളതും കാണാം. നമ്മൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്, ഗെറ്റ് ഫാസ്ടാഗ് ഫ്രം HD പാർട്ട്ണർ ഇമീഡിയറ്റ് ആക്ടിവേഷൻ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റഫറൽ കോഡ് ചോദിക്കും. ഈ റഫറൽ കോഡ് വാലിഡേറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ചെയ്യാൻ പറ്റൂ. ഈ റഫറൽ കോഡ് എന്ന് പറഞ്ഞത് നമ്മുടെ നെക്സസിൻ്റെ കോഡാണ്. ഈ നെക്സസിൻ്റെ കോഡ് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ ഫാസ്ടാഗ് ചെയ്യാൻ പറ്റൂ. നിലവിൽ ഫാസ്ടാഗ് ടു വീലറിനില്ല, അതുപോലെ 3 വീലറിനില്ല. പിന്നെ വരുന്നത് 4 വീലർ മുതൽ മുകളിലോട്ടുള്ള വാഹനങ്ങൾക്കാണ് ഫാസ്ടാഗ് വരുന്നത്. 4 വീലറിന് ഒരു പ്രത്യേക ടൈപ്പ് ഫാസ്ടാഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ആക്സിൽ വണ്ടികൾ, അങ്ങനത്തെ ഹെവി വെഹിക്കിൾസിനൊക്കെ ആയിട്ട് ഓരോരോ ഫാസ്ടാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കോഡുകളുണ്ട്. ഈ കോഡുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓരോന്നിനും ഓരോ കോഡുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫാസ്ടാഗ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ടത് UMAX ACE C. ഈ കോഡ് UMAX ACE C എന്നുള്ളത് എല്ലാ വാഹനങ്ങൾക്കും സെയിം ആയിരിക്കും. പിന്നെ ഇതിന് ശേഷം വരുന്ന നമ്പറുകളാണ് മാറുന്നത്. 4 വീലർ ആണെങ്കിൽ 4 എന്നുകൂടി ചേർക്കുക. എന്നിട്ട് വാലിഡേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ കാർ, ജീപ്പ്, വാൻ എന്നുള്ളത് അവിടെ വന്നു. ഇനി അടുത്തത് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ 2 ആക്സിൽ അത് വന്നു. ഇനി നമ്മൾ കൊടുക്കുന്നത് 6 ആണെങ്കിൽ, അങ്ങനെ ഓരോ വാഹനങ്ങൾക്കും ഓരോ രീതിയിലുള്ള കോഡാണ്. ബസ് 3 ആക്സിൽ. അപ്പോൾ ഈ കോഡ് നിങ്ങൾ കൃത്യമായി ഓർമ്മിച്ച് വെക്കണം. ഈ കോഡിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. 7 കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, ബസ് 2 ആക്സിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ 8 ഇല്ല, പിന്നെ വരുന്നത് 12 ആണ്. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കോഡ്സാണ് വരുന്നത് ട്രക്ക് 4 ആക്സിൽ. അതായത് UMAX ACE C4, UMAX ACE C5, UMAX ACE C6, UMAX ACE C7, UMAX ACE C12. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഇതിന് മുകളിൽ കാണും. ഇതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം ടാഗ് നെക്സസിൽ നിന്ന് ഓർഡർ ചെയ്ത് വെക്കേണ്ടതാണ്. ടാഗിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പോർട്ടലിലുണ്ടാവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഓരോരോ വാഹന വിഭാഗത്തിനനുസരിച്ചുള്ള ടാഗ് നിങ്ങൾ ഓർഡർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാനൊരു 4 വീലറാണ് ചെയ്യുന്നതെങ്കിൽ വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്, ജീപ്പ്, വാൻ എന്ന് വന്നു. പിന്നെ ഏജൻറ്റ് ID. ഈ ഏജൻറ്റ് ID എന്ന് പറയുന്നത് നെക്സസ് നമ്മുടെ ഏജൻസിന് നൽകുന്ന ഒരു ID ആണ്. ഈ IDയിൽ മാറ്റമുണ്ടാവില്ല. നിങ്ങൾ ഈ IDയിൽ തന്നെ കയറി ചെയ്യണം, എന്നാലേ നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് ഒരു ID ഉണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ, അതായത് നമ്മുടെ ഒരു ഏജൻറ്റ് ID ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് ID നെക്സസ് അയച്ചു തരുന്നതാണ്. ആ ID മാത്രമേ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ബെനിഫിറ്റ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഏജൻറ്റ് ID എന്നുള്ള ഓപ്ഷനിൽ UMAX ഏജൻറ്റ് ID കൊടുക്കുക. പിന്നെ വണ്ടിയുടെ നമ്പർ, ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു നമ്പർ കൊടുക്കുകയാണ്, അങ്ങനെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. The vehicle, and then it will allow you to enter the personal details of the user. So I have a madam for whom I am activating this FASTag. So I enter the gender, so you have to first select the year, so it will be easy to enter the date of birth once you enter the year.
So it is the date 17th May 1977. We entered that. Now we enter the phone number of the user, and we also have to enter the email ID. So we have and then on the address line, you keep it short, you keep it the main area of the address, then the district directly, and the state, and the pin code. No need to enter full detailed address for this application. Enter the phone number 2666903. So once you enter all the details, please recheck the name, phone number, email, because these are important inputs for the application, and then you can click on next. So once you click on next, the application will validate the details and will allow you to add the RC and ID photo. So first let me finish adding the personal details of the user. So I have Aadhaar number of the user, so I select Aadhaar, then I enter the details of Aadhaar 8053 4832 2766, and then I have been asked to enter the ID details. So I select to the camera, and I have the user Aadhaar card both front and back, so I select that. So I upload the back and front of the user. Now we have to enter the RC front and back. So first we will enter the RC backside, and we enter the RC front side. So you keep it handy when you are doing this. So keep these documents handy with you so that you can quickly take the photograph and add it on the app. So once you enter, we also have to enter the vehicle number once more, A53N281. Now we have entered almost all the details. Vehicle number, please recheck the identity photo and the ID number and the vehicle number once more, and then you click on next, and it will take you to the payment page. So we have as payment option credit card, debit card, net banking, and UPI. We recommend using UPI as it is very fast and it will save time for you as well as the customer. So I select UPI. So in my phone I already have Google Pay, so I select Google Pay. If you have Phone Pay, Phone Pay will be shown. You can also use your banking UPI app and do the transaction. So I am doing it with using Google Pay. So I select Google Pay. It will take me to the Google Pay page, and I just need to enter my UPI pin, and it will validate the transaction. So the payment is done, and you come to the screen where you have to now enter the barcode of the FASTag. So here please remember that you can also manually type the barcode or you can scan the barcode, and when you type the barcode, please enter the barcode with hyphen. So barcode will have format like 608116 hyphen 003004 hyphen a certain 7-digit number. So I will try scanning the barcode because I have the photo of the barcode on my phone. So let's try that. Let's try it like this.
So if the scan doesn't work, you have an option to also enter it manually. So let's enter the barcode manually. So 608.116 hyphen 003 hyphen 0422187. So please recheck the barcode number, because this is very important. You cannot do mistake here. That's why we have given the scan barcode option. But in certain cases, if the scan is not working, you can always type it manually and recheck before clicking on link and activate. So I am just rechecking the number 608.116 hyphen 003 hyphen 0422187. No, I just have to click on the link. So the FASTag is activated. As we can see, registration is successful. And how do we so you can hand over the FASTag to the customer. Now, as a part of revalidating whether this is really active or not, one more last step which we recommend you to do, or you can ask the customer to do on his by using Highway Delight app, is just close this, ask the customer to download Highway Delight app, do the similar email sign in and the OTP phone number validation, and the phone number which he will use, automatically to that phone number the FASTag will be linked. So I am going to just show you how that works. So here, so if you have to select FASTag recharge, and automatically the app will show you a phone number and linked FASTag vehicle. So currently we will try to enter the user phone number which we entered. So the user phone number is 99,002,66903 and submit. So you can see the vehicle which we activated is already available, K53N1281, and the barcode which we enter 608.116.003.04.22187 is visible. Now the user, once the customer downloads the app, he just, because his phone number is already linked to his sign in, automatically this details will be fetched. Now you can allow customer to just check the balance. So as we said, we will have 100 balance, and the customer can do a quick recharge using the same options. So I will just show you if I have to recharge 100 rupees. So I'll go to proceed, and then I will get all the similar options available to do a FASTag recharge. So I'll just go back, and other options are the customer can check the particular date transaction history. So let's say today we activated, so today we will see what all details the transaction will show. So we added 200 rupees to the customer account, of which 100 is taken as toll security deposit and 100 is the remaining balance which a customer can use. We also have an option to generate receipt. This is mainly for taxi drivers who want to show a receipt to their customers, because the taxi drivers will be paying the FASTag using their own FASTag, but have to claim the toll amount from the customer. So they can give a PDF receipt generated from this application. So it's quite easy. You can always ask any questions to our partner who will be sharing you these FASTag details, or you can always call our Highway Delight helpline number. My team will assist you with any details which you want to help customer to get FASTag immediately. Thank you.